Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തര മലബാറിലെ ശാക്തേയ ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രധാനമായ മാടായിക്കാവിലെ പൂരോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപ്തി. ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി മാടായിക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി മാടായിപ്പാറയിലെ പുണ്യതീർത്ഥമായ വടുകുന്ത തടാകത്തിൽ പൂരംകുളി ചടങ്ങ് നടന്നു. മാടായിക്കാവിലെ പൂരംകുളിയുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യമാണുള്ളത്. ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രരൂപിണിയായി മാറിയ ഭദ്രകാളിയെ ശാന്തയാക്കാൻ ദേവന്മാർ വടുകുന്ന തടാകത്തിലെ ജലം ഉപയോഗിച്ചുവെന്നാണ് ഒരു ഐതിഹ്യം. തടാകത്തിലെ തണുത്ത ജലത്തിൽ മുങ്ങിയതോടെ ദേവി ശാന്തസ്വരൂപിണിയായെന്നും ഭക്തർക്ക് അനുഗ്രഹം നൽകിയെന്നുമാണ് സങ്കല്പം. മീനമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച പൂരോത്സവത്തിന്റെ 10ാം നാളിലാണ് പ്രധാന ചടങ്ങായ പൂരംകുളി നടക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ വടുകുന്നയിലേക്ക് ഭഗവതിയുടെ തിടമ്പെഴുന്നള്ളിക്കും. മാടായിപ്പാറയുടെ വിശാലതയിലൂടെയുള്ള ഈ യാത്ര നയനമനോഹരമായ കാഴ്ചയാണ്. പിന്നീട് വടുകുന്ന തടാകത്തിന്റെ പടവുകളിൽ വെച്ച് പ്രത്യേക പൂജകൾ നടന്നു. തുടർന്ന് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ ഭഗവതിയുടെ തിടമ്പുമായി തടാകത്തിൽ 3 തവണ മുങ്ങിക്കുളിച്ചതോടെ പൂരംകുളി ചടങ്ങ് പൂർത്തിയായി. വടുകുന്ന തടാകത്തിലെ നീരാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന ദേവിയെ കാവിൽ ആചാരചടങ്ങുകളോടെ സ്വീകരിച്ചു. ഇതോടെ മാടായിക്കാവിലെ ഈ വർഷത്തെ പൂരക്കാലത്തിന് സമാപനമായി. മാടായിപ്പാറയുടെ പ്രകൃതി ഭംഗിയിൽ അലിഞ്ഞു ചേരുന്ന ഈ ആചാരം കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി ശ്രീ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന് മാറ്റുകൂട്ടി പൂരച്ചന്ത. പൂരോത്സവത്തിന്റെ അവസാന ദിവസത്തിൽ മാടായി വടുകുന്ത തടാകത്തിൽ നടക്കുന്ന പൂരംകുളി ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചന്ത ഗൃഹാതുരമായ ഒട്ടേറെ വിഭവങ്ങളും കാഴ്ചകളുമായാണ് ഇത്തവണയും സന്ദർശകരെ വരവേൽക്കുന്നത്. ഉത്തര മലബാറിലെ പൂരോത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മാടായിപ്പാറയിലെ വടുകുന്ത തടാകത്തിൽ പൂരംകുളി നടന്നു. അതിന്റെ ഭാഗമായുള്ള പൂരച്ചന്തയാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. ഉപ്പു മുതൽ കർപ്പൂരം വരെ ഇവിടെ ലഭ്യമാണ്. വിഷുവിനെ വരവേൽക്കാനായി ഉണ്ണിക്കണ്ണന്മാരും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പൂരദിനത്തിൽ ഒരുക്കുന്ന ഒരു കച്ചവട കേന്ദ്രം എന്നതിലുപരി മലബാറിന്റെ കാർഷിക പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഒന്നാണ് മാടായിക്കാവിലെ പൂരച്ചന്ത. വർഷത്തിലൊരിക്കൽ മാത്രമെത്തുന്ന ഈ വിപണിയിൽ വീട്ടുപകരണങ്ങൾ മുതൽ വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിപണനത്തിനായി എത്തും. പൂരച്ചന്തയിൽ മൺപാത്രങ്ങളുടെ ഒരു കലവറ തന്നെ ഉണ്ടാകും.
തനതായ രീതിയിൽ ചുട്ടെടുത്ത മൺചട്ടികൾ, കലങ്ങൾ, കൂജകൾ എന്നിവ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധ കാർഷിക ഉപകരണങ്ങളും കത്തി, പിച്ചാത്തി, മഴു തുടങ്ങിയ ഇരുമ്പായുധങ്ങളുടെ വിപുലമായ ശേഖരവും പൂരച്ചന്തയുടെ പ്രത്യേകതയാണ്. മുള കൊണ്ടും ചൂരൽ കൊണ്ടും നിർമ്മിച്ച കുട്ടകൾ, വട്ടികൾ, പായകൾ എന്നിവ ഗ്രാമീണ തനിമ ഒട്ടും ചോരാതെ ഇവിടെ ലഭ്യമാണ്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന പലഹാരങ്ങളാണ് ചന്തയുടെ മറ്റൊരാകർഷണം. ഹൽവ, വറുത്ത ഉപ്പേരികൾ, പൊരി, കടല, തേൻ മിഠായികൾ എന്നിവയും വർണ്ണാഭമായ കളിപ്പാട്ടക്കടകളും പ്രധാന ആകർഷണമാകുന്നു. പൂരത്തോടനുബന്ധിച്ച് വൻ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ക്രമസമാധാന പാലനത്തിനായി പോലീസും വോളണ്ടിയർമാരും സജീവമായി രംഗത്തുണ്ട്. ഭക്തർക്കും സന്ദർശകർക്കും തടസ്സമില്ലാതെ കാഴ്ചകൾ കാണാനും സാധനങ്ങൾ വാങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാടായിക്കാവിലെ പൂരച്ചന്ത വെറുമൊരു ചന്തയല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപുള്ള അതേ ആവേശം ഇന്നും ഇവിടെ കാണാൻ സാധിക്കും. പൊള്ളുന്ന വെയിലിനെയും കഠിനമായ ചൂടിനെയും അവഗണിച്ച് പൂരച്ചന്ത അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നികേഷ് താവത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മി. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ മലയോര മേഖലയിൽ പര്യടനം നടത്തി. ചൊവ്വാഴ്ച ഈസ്റ്റ് എളേരി പഞ്ചായത്തിലാണ് UDF സ്ഥാനാർത്ഥി പ്രധാനമായും പര്യടനം നടത്തിയത്. തയ്യേനി, മാലാങ്കടവ്, പാലാവയൽ, കണ്ണിവയൽ ഗവൺമെന്റ് TTI, നല്ലോമ്പുഴ, പാറക്കടവ്, കമ്പല്ലൂർ, കടുമേനി, ചിറ്റാരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പര്യടനം നടത്തിയത്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ തയ്യേനി ടൗണിൽ നടന്ന പര്യടന പരിപാടി RSP സംസ്ഥാന വക്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ അഡ്വക്കേറ്റ് BN ഹസ്കർ ഉദ്ഘാടനം ചെയ്തു. അടുത്തറയില്ലാതെ തണുത്തുറഞ്ഞ ഞരമ്പുകളാൽ, ചോരകളാൽ, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ഇല്ലാതെ നടന്നു വരുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്കാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ആകമാനമുള്ള ഇടതുപക്ഷ ചോർച്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ വ്യതിയാനങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഇടതുപക്ഷ ജീർണതകൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതുമാണ് കാലിക പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് UDF ചെയർമാൻ കുര്യച്ചൻ പുളിക്കപ്പടവിൽ അധ്യക്ഷത വഹിച്ചു. N മൊയ്തീൻ കുഞ്ഞ്, ടോമി പ്ലാച്ചേരി, തോമസ് മാത്യു, ജോമോൻ ജോസ്, ജോർജ് കുട്ടി കരിമഠം, മേഴ്സി മാണി, അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, K ശ്രീധരൻ മാസ്റ്റർ, ജാദീൽ അസൈനാർ, അഡ്വക്കേറ്റ് നവനീത്, ജോബിൻ കമ്പല്ലൂർ, വൈശാഖ് കൂവാരത്ത്, സന്തോഷ് ചൈതന്യ, ഗോപാലകൃഷ്ണൻ തയ്യേനി തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 7 കേന്ദ്രങ്ങളിൽ പര്യടനത്തിനു ശേഷം ചെറുവത്തൂർ, പിലിക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരമഹോത്സവത്തിലും രാത്രി ചന്തരയിൽ നടന്ന കുടുംബസംഗമത്തിലും സന്ദീപ് വാര്യർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച KV രാമചന്ദ്രന്റെ 5ാം ചരമവാർഷിക ദിനാചരണവും KV രാമചന്ദ്രൻ സ്മാരക പുരസ്കാര വിതരണവും KV രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പയ്യന്നൂരിലെ സാമൂഹ്യ സേവന, ജീവകാരുണ്യ, വാണിജ്യ, വ്യാപാര മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച KV രാമചന്ദ്രന്റെ 5ാം ചരമവാർഷികം KV രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താനായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ KV രാമചന്ദ്രൻ സ്മാരക പുരസ്കാര വിതരണവും നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റും ഫൗണ്ടറുമായ D കൃഷ്ണനാഥ പൈ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ രാമചന്ദ്രനെ കുറിച്ചുള്ള വിസ്തീർണം എന്ന് പറയും. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ നമ്മുടെ സ്വന്തം ഒരാളായിട്ട് മാറുകയാണ്. എപ്പോഴും വളരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട്, പ്രസന്നതയോട് കൂടിയിട്ട് മനുഷ്യൻ നമ്മൾ കാണുക അത് രാമചന്ദ്രനെ. ഞാനുമായിട്ട് വ്യക്തിപരമായി ബന്ധമെന്ന് പറയുന്നത് നേരത്തെ ശശിയായിട്ട് സൂചിപ്പിച്ചതുപോലെ ഈ പയ്യന്നൂർ നഗരത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഞങ്ങളെല്ലാം ഒരു ഫോൺ കോളിന് അപ്പുറത്തുള്ള സഹായം എന്ന് പറയുന്നത് രാമചന്ദ്രനാണ്. ഹരിദാസ് KP പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സന്തോഷ് VM KV രാമചന്ദ്രൻ അനുസ്മരണം നടത്തി. KP ദിവാകരൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, K ജയരാജ്, KT സഹദുള്ള, ധനേഷ് കണിയാങ്കുന്ന്, KV ബാബു, PK ദിനൂപ്, രജിത, അഡ്വക്കേറ്റ് T നാരായണൻ നായർ, KU വിജയകുമാർ, കക്കോപ്രത്ത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഹൃദയം കൊടുത്ത് നാട് കൂടെ നിന്നു. പക്ഷേ കണ്ണീരോർമ്മയായി അൻവിത് മടങ്ങി. നിരവധി പേരാണ് അൻവിതിനെ അവസാനമായി ഒരു നോക്കു കാണാൻ വീട്ടിലെത്തിച്ചേർന്നത്. ഹൃദയം കൊടുത്ത് നാട് കൂടെ നിന്നു. പക്ഷേ കണ്ണീരോർമ്മയായി അൻവിത് മടങ്ങി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. SSLC കണക്ക് പരീക്ഷ എഴുതാൻ ക്ലാസ്സിലേക്ക് കയറുന്നതിനിടെയാണ് അൻവിത് കുഴഞ്ഞു വീണത്. തുടർന്നുള്ള പരിശോധനയിൽ ശ്വാസകോശാർബുദം സ്ഥിരീകരിക്കുകയായിരുന്നു. എല്ലാവരുടെയും ശ്രമങ്ങളെയും പ്രാർത്ഥനകളെയും വിഫലമാക്കി ഞായറാഴ്ച അൻവിത് യാത്രയായി. 12 മണിയോടെ വീട്ടിൽ പൊതുദർശനം നടന്നു. നിരവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. TI മധുസൂദനൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ, നഗരസഭാ ചെയർമാൻ സരിൻ ശശി, വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു തുടങ്ങി നിരവധി പേർ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. 2 മണിയോടെ മാലാപ്പിലുള്ള സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വീടിനു ചുറ്റും സിമന്റ് മതിലുകൾ ഉയരുന്ന കാലത്ത് പ്രകൃതിദത്തമായ ജൈവവേലിയിലൂടെ വിസ്മയം തീർക്കുകയാണ് കരിവെള്ളൂർ പെരളത്തെ AV നാരായണൻ. റിട്ടയർഡ് കൃഷി ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം തന്റെ കൃഷി അറിവുകൾ വെറും ഔദ്യോഗിക ജീവിതത്തിൽ മാത്രം ഒതുക്കാതെ സ്വന്തം വീട്ടുമുറ്റത്തും പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാനുള്ളത് കരിവെള്ളൂർ പെരളത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് AV നാരായണൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം കൃഷി വകുപ്പിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം തന്റെ വീടിന് മുന്നിൽ ഒരു ജൈവവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയെയും ജൈവത്തെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം ജൈവമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രകൃതി ഉണ്ടെങ്കിലും മണ്ണുണ്ടെങ്കിലും മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ സിദ്ധാന്തം. പ്രകൃതിയെ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നോ അത്ര കണ്ട് പ്രകൃതി നമ്മളെ സ്നേഹിക്കും. ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന യാതൊരുവിധ രാസ കീടനാശിനികളോ രാസ വളങ്ങളോ ഉപയോഗിക്കാണ്ടുണ്ടാക്കുന്ന ഉൽപ്പാദനം നമ്മുടെ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നന്നാണ്. ഞാൻ അതിൻ്റെ വേണ്ടിയിട്ട് ഒരു ജൈവവേലി കെട്ടി അതിനകത്ത് ഒരു ജൈവ കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുഡ് ഫോറസ്റ്റിൻ്റെ മോഡലിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ വെച്ച് നമ്മൾ പഴവർഗ്ഗങ്ങളും അതേമാതിരി നമ്മൾ ഔഷധ സസ്യങ്ങളും മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാരണം നമുക്ക് മാനസികമായി വളരെയധികം സംതൃപ്തിയുണ്ട്. നമ്മുടെ കൃഷിയെ നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാൽ ആ കൃഷി നമ്മളെ നശിപ്പിക്കുകയില്ല. അതേമാതിരി പ്രകൃതിയും നമ്മളെ നശിപ്പിക്കുകയില്ല. നമ്മൾക്ക് എല്ലാവിധ സഹായവും പ്രകൃതി ചെയ്തു തരുന്നുണ്ടായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾക്ക് ഇന്നേ വരെ ഒരു വിഷമങ്ങൾ ഈ പ്രകൃതിയെ സംരക്ഷിച്ച വകയിൽ ഉണ്ടായിട്ടില്ല. കാരണം പല ജീവജാലങ്ങളും നമ്മളടുത്ത് വരും. അവരെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ അവർ വീണ്ടും വരും. ഇങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ നമ്മുടെ ഓരോരാളും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടം, ഇതിൽ സാമ്പത്തിക നഷ്ടമോ മറ്റ് അധ്വാനമോ ഇല്ല. ചെറിയ നമ്മളൊരു വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊരു കണ്ണ് ഇതിൻ്റെ നേരെ ഉണ്ടെങ്കിൽ ഈ പ്രകൃതിയെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാം. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ പ്രകൃതിയെ അധപ്പതിപ്പിച്ച് ഇതിനെ നശിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതി നമ്മളെക്കോ അതിന് വേണ്ടുന്ന പ്രകൃതി നമ്മളോട് വിരോധം കാണിക്കും. അതിന് പല തെളിവുകൾ എനിക്കുണ്ട്. എനിക്ക് പല കാര്യത്തിലും ഈ പ്രകൃതി എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു, അത് കാറ്റിനൊടിഞ്ഞ് മറ്റൊരു ദ്രോഹങ്ങളും ചെയ്യാണ്ട് അത് നമ്മൾ എങ്ങനെ പറക്കി വെച്ച മാതിരിയാണ് അത് വെച്ചിട്ടുണ്ടാവില്ല. 2-3 മരങ്ങൾ അങ്ങനെ മുറിഞ്ഞു പോയി കാറ്റിന്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദ്രോഹമോ മറ്റ് സസ്യങ്ങൾക്ക് നഷ്ടമോ ഉണ്ടാക്കാത്ത തരത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയാണ് നമ്മൾ കാക്കേണ്ടത്. ഏത് കാര്യത്തിലും നമ്മൾ അമ്പലങ്ങളെക്കാട്ടിയും കാണേണ്ടത് നമ്മളെ പ്രകൃതിയാണ്. പ്രകൃതി നമ്മൾ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരാളും പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തന്നെ സന്തോഷപ്രദമായിരിക്കും. ഇന്ന് ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അത് വിജയപ്രദം എത്തിക്കുന്നത് പ്രകൃതിയിലെ ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആണ്. കാരണം നമ്മൾക്ക് ആർക്കും ഒരു നിശ്ചയിച്ചിട്ടില്ല. എപ്പോഴാണ് സമയം എന്ന് ആർക്കും പറയാനും കഴിയില്ല. അങ്ങനെയുള്ളതെടുക്കുക പ്രകൃതി മാത്രമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. പ്രകൃതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുക, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പൂരോത്സവത്തിന്റെ ഭാഗമായി മുറ തെറ്റാതെ ഇക്കൊല്ലവും അവർ കൊട്ടുക്കര കാമനയൊരുക്കി. കരിവെള്ളൂർ വടക്കുംപാട്ടെ നമ്പി തറവാട്ടംഗങ്ങൾ പൂരം നാളിൽ ഒരുക്കുന്ന കാമദേവന്റെ രൂപം എന്നും ഒരു വിസ്മയവും സുന്ദരവുമാണ്. മുറ തെറ്റാതെ അവർ ഇക്കൊല്ലവും ഒരുക്കി കൊട്ടുക്കര കാമന്. കരിവെള്ളൂർ വടക്കുംപാട്ടെ നമ്പി തറവാട്ടംഗങ്ങൾ പൂരനാളിൽ ഒരുക്കുന്ന പൂക്കൾ കൊണ്ടുള്ള കാമദേവന്റെ രൂപം എന്നും ഒരേപോലെ വിസ്മയവും സുന്ദരവുമാണ്.
ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്നാണ് തറവാട്ടംഗങ്ങൾ കാമരൂപം ഒരുക്കിയത്. പൂരോത്സവത്തിന്റെ ഭാഗമായാണ് തറവാട്ടുമുറ്റത്ത് കാമരൂപം തീർക്കുന്നത്. വീടുകളിൽ ഒരുക്കുന്ന കാമദേവരൂപങ്ങളിൽ വലിപ്പം കൊണ്ട് വേറിട്ടു നിൽക്കുന്നതാണ് കൊട്ടൂക്കരയിലെ കാമൻ. 3 ദിവസം മുൻപേ വീട്ടുകാർ പലയിടങ്ങളിൽ നിന്നായി പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നു. നരയൻ, ചെക്കി, ചെമ്പകം, മാമ്പു, എരിക്ക തുടങ്ങിയ പൂക്കളാണ് ശേഖരിച്ചത്. പകൽ മുഴുവൻ പൂക്കൾ വേർതിരിച്ചു വെച്ചു. രാത്രിയിൽ കാമദേവനെ ഒരുക്കി. 3.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയിലുമുള്ളതാണ് കാമദേവരൂപം. വർഷങ്ങളായി ഒരുക്കുന്ന കൊട്ടുക്കര കാമൻ ഏറെ ശ്രദ്ധയാകർഷിച്ചതും പ്രസിദ്ധവുമാണ്. വർഷങ്ങളായി നടത്തിവരുന്ന ഒരു ആചാരമാണ്. മലബാറിലെ പൂരോത്സവത്തിൻ്റെ ഭാഗമായി കാമദേവനെ ആരാധിക്കുക എന്ന ചടങ്ങിൻ്റെ ഭാഗമാണ് കരുവള്ളൂർ മുച്ചിലോട്ട് ഭഗവതിയുടെ എഴുന്നള്ളത്തിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുന്ന കാമരൂപം. ഋതുമതികളായ പെൺകുട്ടികൾ കാമദേവനെ ആരാധിക്കുകയും ആ ആരാധന ഉത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ആരാധന ചടങ്ങാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാൽ സംഭരണ വിതരണ രംഗത്ത് 50 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വെള്ളൂർ ജനത വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വിപണിയിലിറക്കുന്ന ബോട്ടിൽ മസാലമോര്, 4 വ്യത്യസ്ത രുചികളുമായി ബോട്ടിൽ ലസ്സി എന്നിവ മാർക്കറ്റിൽ എത്തിക്കുന്നതിന് തുടക്കം കുറിക്കുന്നു. ബുധനാഴ്ച രാവിലെ 10:30 സിനിമാ താരം അൻസിബ ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാൽ സംഭരണ വിതരണ രംഗത്ത് 50 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വെള്ളൂർ ജനത വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വിപണിയിലിറക്കുന്ന ബോട്ടിൽ മസാലമോര്, 4 വ്യത്യസ്ത രുചികളുമായി ബോട്ടിൽ ലസ്സി എന്നിവ മാർക്കറ്റിലെത്തിക്കുന്നതിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമാ താരം അൻസിബ 5 ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുൻ MLA സി കൃഷ്ണൻ, പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ, കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റ് പി സന്തോഷ് എന്നിവർ പങ്കെടുക്കും. 2000 ക്ഷീരകർഷകരാണ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്ന വിപണന മേഖല ഇന്ന് കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. ജനതാ നെയ്യ് വിദേശ വിപണിയിലും ലഭ്യമാക്കുന്നതിന് സാധിച്ചു. കൂടാതെ 100ഓളം രുചികളുമായി ഐസ്ക്രീമും വിപണിയിൽ നല്ല ഡിമാൻഡോടെ നിലനിൽക്കുന്നുണ്ട്. പേടയും പാക്കറ്റ് ലസ്സിയും മാർക്കറ്റിൽ സുലഭമാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ, ടി ശ്രീജിത്ത്, PV രാമചന്ദ്രൻ, KV സുധാകരൻ, P കുഞ്ഞപ്പൻ, V സത്യൻ, TT മധു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാധാനപരവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ പരിയാരം പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പിലാത്തറ ടൗൺ കേന്ദ്രീകരിച്ചാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാധാനപരവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ പരിയാരം പോലീസ് റൂട്ട് മാർച്ച് നടത്തി. മഹാരാഷ്ട്ര പോലീസും പരിയാരം പോലീസും ചേർന്നാണ് പിലാത്തറ ടൗൺ കേന്ദ്രീകരിച്ച് റൂട്ട് മാർച്ച് നടത്തിയത്. പരിയാരം പോലീസ് ഇൻസ്പെക്ടർ KP സതീഷ്, സബ് ഇൻസ്പെക്ടർ KK ശോഭിൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കള്ളിച്ചെത്ത് തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ റേഞ്ച് കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കള്ളിച്ചെത്ത് തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ റേഞ്ച് കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ AKG ഭവനിൽ നടന്ന കുടുംബസംഗമം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഉൾപ്പെടെ 5 സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു സർക്കാർ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇന്നുള്ളത്. KK കൃഷ്ണൻ, TV കുഞ്ഞിക്കണ്ണൻ, TV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൃഷിയെ സ്നേഹിച്ച് കൊതി തീരുന്നില്ല കരിവെള്ളൂർ കൂക്കാനത്തെ ഓമനയ്ക്ക്. നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയ പച്ചക്കറി കൃഷി 75ാം വയസ്സിലും അവിശ്രമം തുടരുകയാണ് ഓമന. കരിവെള്ളൂർ കൂക്കാനത്തെ ഓമനയ്ക്ക് കൃഷി ജീവനും ജീവിതവുമാണ്.
നന്നേ ചെറുപ്പത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൃഷിപ്പണിയിൽ കൂടിയതാണ് ഓമന. വയസ്സ് 75ആയി. മക്കളൊക്കെ പഠിച്ച് വലിയ നിലയിലുമെത്തി. എങ്കിലും മണ്ണും കൃഷിയുമില്ലാതെ ഓമനയ്ക്ക് ഒരു ജീവിതമില്ല. ഒരു കുടുംബത്തിനാവശ്യമായ ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഓമന കൃഷി ചെയ്യുന്നു. സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി. പയർ, വെണ്ട, നരമ്പൻ, പടവലം, ചീര, വെള്ളരി, കുമ്പളം എന്നുവേണ്ട സകലതും ഓമന കൃഷി ചെയ്യുന്നു. പച്ചക്കറികളിലെ പ്രാണികളെ അകറ്റി നിർത്താൻ സൂര്യകാന്തിയും വളർത്തുന്നുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ജൈവ കൃഷി രീതിയാണ് ഓമന അവലംബിക്കുന്നത്. ഉൽപ്പന്നം കരിവെള്ളൂരിലെ ഇക്കോ ഷോപ്പിലും മറ്റും എത്തിക്കുന്നു. കൃഷിഭവനോട് ചേർന്നുള്ള കുടുംബശ്രീയുടെ സഹായത്തോടെയും പച്ചക്കറികൾ വിറ്റുവരുന്നു. ഭർത്താവ് KM കുഞ്ഞപ്പനും എല്ലാ പിന്തുണയും നൽകി ഓമനയ്ക്കൊപ്പമുണ്ട്. അരവിന്ദ്, ആനന്ദ്, അശ്വതി എന്നിവരാണ് മക്കൾ. ഞാൻ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും കൃഷി ചെയ്യുന്നുണ്ട്. ആ സമയത്തെ ഇതുമായിട്ട് പച്ചക്കറിയും നെല്ലും എല്ലാം ചെയ്തുകൊണ്ട് അത് കണ്ട് ശീലമുണ്ട്. അങ്ങനെ അന്ന് ഇതിലേക്ക് ഇറങ്ങിയത്. നമ്മ ഇവിടെ താമസാക്കി പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു 2003 മുതലുണ്ട്. പച്ചക്കറി കൃഷി, ആട്, പശു എല്ലാം കൂടി ചെയ്യുന്നതാണ്. ഇപ്പം അതേ രീതി തുടരുന്നുണ്ട്. മുമ്പ് അച്ഛനും അമ്മയും ചന്തയിൽ ആഴ്ച ചന്തയുണ്ട് ഓണക്കുന്നിൽ. ആ ചന്തയിലേക്ക് അച്ഛനും അമ്മയും പച്ചക്കറി കൊണ്ടുപോകും. അന്നേരം അവരെ സഹായിച്ചിട്ട് നമ്മ എടുത്തിട്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ആയാലും എടുത്തിട്ട് പോലുണ്ട് ചന്തയിലേക്ക് സാധനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലാത്തറയിൽ പുതുതായി റെഡ് കാന്താരി റെസ്റ്റോറന്റ് ഏപ്രിൽ 5-ന് പ്രവർത്തനം ആരംഭിക്കും. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് കരോക്കെ സിനിമാഗാന മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിലാത്തറയിൽ പുതിയതായി റെഡ് കാന്താരി റെസ്റ്റോറന്റ് ഏപ്രിൽ 5-ന് പ്രവർത്തനം ആരംഭിക്കും. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് കരോക്കെ സിനിമാഗാന മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാവുന്ന പരിപാടിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വിഭാഗത്തിൽ മത്സരിക്കാം. മത്സരത്തിനു മുന്നേ സ്ക്രീനിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. വിജയികൾക്ക് 1ാം സമ്മാനമായി 5000 രൂപയും 2ാം സമ്മാനമായി 2000 രൂപയും 3ാം സമ്മാനമായി 1000 രൂപയും ലഭിക്കും. സ്ക്രീനിംഗ് നടത്തേണ്ട അവസാന തീയതി 2026 ഏപ്രിൽ 2-നാണ്. താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ 9400 916891 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുഞ്ഞിമംഗലം, ചെറുതാഴം, കടന്നപ്പള്ളി, പാണപ്പുഴ, എരമംകുറ്റൂർ പഞ്ചായത്തുകളിലും പയ്യന്നൂർ നഗരസഭയിലുമുള്ള ഗായകന്മാർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ മുൻഗണനയെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CM രവീന്ദ്രൻ, നിതിൻ കൃഷ്ണൻ, CK പ്രശാന്ത്, PP സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ദേശീയപാത 66-ന്റെ പിലാത്തറ ഭാഗത്തെ സർവീസ് റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചു. ഓവുചാലിന്റെ അടക്കം പ്രവൃത്തിയാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതം നിർത്തലാക്കി. ദേശീയപാത 66-ന്റെ പിലാത്തറ സർവീസ് റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പീരക്കാന്തടം മുതൽ പിലാത്തറ ബസ് സ്റ്റാൻഡ് വരെയുള്ള സർവീസ് റോഡ് അടച്ചിട്ടു. ഓവുചാലിന്റെ അടക്കം പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് റോഡ് തുറന്നുകൊടുക്കുമെന്ന് മേക്ക കൺസ്ട്രക്ഷൻ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ അറത്തിൽ ശ്രീ ഭദ്രപുരം ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. 2026 മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഉത്തര കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ അറത്തിൽ ശ്രീ ഭദ്രപുരം ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. 2026 മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെയാണ് കളിയാട്ടം. മുന്നോടിയായി പിലാത്തറയിൽ നിന്നും വിളംബര ഘോഷയാത്ര പഴിച്ചിയിൽക്കാവിൽ നിന്നുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയുമായി ചേർന്ന് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. നിരവധി പേർ അണിനിരന്നു. സമാപന ദിവസമായ ഏപ്രിൽ 4-ന് വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. തുടർന്ന് അന്നപ്രസാദ വിതരണവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.